അമ്പലത്തിൽ പോയിട്ട് ഒരു ശത്രു സംഹാര പൂജയോ ശത്രു പുഷ്പാഞ്ജലിയോ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ദൈവവും ഒരു ശത്രുവിനെ സംഹരിക്കില്ല. അവർക്ക് ശത്രുക്കളുണ്ട്, പക്ഷേ അവരുടെ ശത്രു അവരുടെ മനസ്സ് തന്നെയാണ്. ഒരു ശത്രുവും നമ്മളെ ഒന്നും ചെയ്യാതിരിക്കാൻ ഒരുപാട് വഴിയുണ്ട്. ഏറ്റവും പ്രപഞ്ചനാഥൻ ആരാണ്? മഹാദേവൻ അല്ലേ? നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അംശത്തിന്റെയും ഒരു ചെറിയ അംശമാണ് നമ്മളെല്ലാവരും. ഈ ശത്രു എന്ന് നമുക്ക് പ്രശ്നക്കാരനാണ്. നമ്മൾ എന്തിനു പോയാലും പ്രശ്നമാണ്. മഹാദേവനോട് ഞായറാഴ്ച രാത്രി യാമങ്ങളിൽ മഹാദേവൻ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ സഹസ്രാരത്തില് അല്ലെ, 1000 ഇതിലുള്ള വെള്ളത്താമരയിൽ മഹാദേവൻ ഇരിക്കും. ഇവിടെ നിന്ന് ഇവിടെ എത്തി. അതിനുശേഷം നമ്മുടെ കണ്ടനാളത്തിലേക്ക് കണ്ടനാളത്തിൽ നിന്ന് വാക്യകത്തൂടെ വന്ന് ചുണ്ടിക്കൂടെ ഓം നമഃ ശിവായ ഇങ്ങനെ. പ്രതിവേട്ട നമസ്കാരം. നമസ്തേ. ഈ ശത്രു സംഹാര പൂജകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഈ പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ പറ്റുമോ? ചിത്ര, അതായത് നമ്മളെല്ലാവരും ഓരോ സെഗ്മെന്റിൽ ജോലി ചെയ്യുമ്പോഴോ പല കാര്യങ്ങളിൽ പലരുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തോ ശത്രുക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. എല്ലാവർക്കും ഉണ്ടാവും ശത്രു, പല രീതിയിലായിരിക്കും. അപ്പൊ അവിടെ ആ ശത്രു സംഹാര പൂജ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കൊടുക്കുന്ന പൈസയിൽ ദൈവം കൊട്ടേഷൻ ഇടാൻ ഇരിക്കുന്നതാണോ എന്നൊരു ചോദ്യമുണ്ട് അവിടെ, അല്ലെ? നമ്മൾ നിസ്സാരമായി 50 രൂപയോ 30 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ 250 രൂപയോ കൊടുത്ത് അമ്പലത്തിൽ പോയിട്ട് ഒരു ശത്രു സംഹാര പൂജയോ ശത്രു പുഷ്പാഞ്ജലിയോ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ദൈവവും ഒരു ശത്രുവിനെയും സംഹരിക്കില്ല. അവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു സംഹാര പൂജ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മെയിൻ ശത്രു ആരാണെന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം. അതായത് ഭഗവത്ഗീതയിൽ ഏറ്റവും വലിയ ശ്ലോകം തന്നെയുണ്ട്, അല്ലെ? നമ്മുടെ ശത്രു നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിൽ ചില ആൾക്കാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അമ്പലത്തിൽ പോയിട്ട് പേര് പറയും, പേരും നക്ഷത്രവും പറയും, പേര് ചിത്ര, തിരുവാതിര, അല്ലെങ്കിൽ ഓരോ പേര് പറഞ്ഞിട്ട് പറയും ഒരു ശത്രു സംഹാര പൂജ കേട്ടോ, അല്ലെങ്കിൽ ഒരു ശത്രു പുഷ്പാഞ്ജലി. ആ പോർഷൻ വളരെ ലോ വോളിയത്തിൽ സംസാരിക്കും. എന്തുകൊണ്ട്? അവർക്ക് ശത്രുക്കളുണ്ട്, പക്ഷേ അവരുടെ ശത്രു അവരുടെ മനസ്സ് തന്നെയാണ്. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളത്, നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനേക്കാളപ്പുറം ശത്രുക്കളുള്ളവരാണോ? എല്ലാവർക്കും ഉണ്ട്. ഒരു ശത്രുവും നമ്മളെ ഒന്നും ചെയ്യാതിരിക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽ താന്ത്രികപരമായിട്ടും പ്രാർത്ഥനാ രീതിയിൽ ഒരുപാട് വഴികളുണ്ട്. അപ്പൊ നമ്മളവിടെ നല്ല ദൈവജ്ഞന്മാരെയോ പൂജാരിമാരെയോ കാണും. ചിലപ്പോൾ അവിടെ പൈസ സ്പെൻഡ് ആവാം. പക്ഷെ അതൊന്നും അല്ലാതെ നമുക്ക് ഏറ്റവും പ്രപഞ്ചനാഥൻ ആരാണ്? മഹാദേവൻ അല്ലേ? നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അംശത്തിന്റെയും ഒരു ചെറിയ അംശമാണ് നമ്മളെല്ലാവരും. മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ തീരാതൊന്നുമില്ല. നിങ്ങൾക്കൊരു ശത്രു ഉണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുക? തിങ്കളാഴ്ച ദിവസം മഹാദേവനെ ഉപാസിച്ചാൽ മതി. അത് എങ്ങനെയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇത് വളരെ ആത്മാർത്ഥമായി വേറെ ആരെയും ഉപദ്രവിക്കാനല്ല, നമ്മുടെ സ്വയം പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ വളർന്നു വരുന്ന സമയങ്ങളിൽ നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ നമ്മളിലേക്കൊരു ശത്രു വരികയാണെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതായത് വേറെ ആർക്കും ഉപദ്രവിക്കാതെ ആരെ ഉപദ്രവിക്കുന്നു അത് തിരിച്ചു കിട്ടും. കാരണം യൂണിവേഴ്സ് ഭയങ്കര പവർഫുള്ളാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ഞാൻ ഇന്ന് ചിത്ര എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചിത്രയുടെ ഒരു ആത്മാവിന്റെ ഒരു പവറുണ്ട്. അത് സ്വാഭാവികമായിട്ടും യൂണിവേഴ്സ് വഴി എനിക്ക് പല രീതിയിൽ തിരിച്ചു കിട്ടും. അത് ഏതെങ്കിലും വഴി തിരിച്ചു കിട്ടും. അത് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ ചിത്രയെ ഉപദ്രവിക്കില്ല. അപ്പൊ അറിയാതെയാണ് നമ്മളിങ്ങനെ ഉപദ്രവിക്കണം എന്നൊരു ടെൻഡൻസി വന്ന് ഉപദ്രവിക്കുകയാണെങ്കിലും ആ സ്വാഭാവികമായിട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ ചിത്ര എന്നെ ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ എനിക്ക് മഹാദേവനോട് പറയാം, ചിത്രയ്ക്കും പറയാം. അപ്പൊ ചിത്ര ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ലൈഫിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യമായിട്ട് എവിടെയെങ്കിലും പോകുന്നു, അനാവശ്യമായിട്ട് നമ്മളെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ നമുക്കൊരു ശത്രു ഉണ്ടെന്ന് വെച്ചോ. ഒരു Y അല്ലെങ്കിൽ A അല്ലെങ്കിൽ B എന്ന ശത്രു ഉണ്ട്, A എന്നൊരു ശത്രു ഉണ്ട്. ഈ ശത്രു എന്ന് നമുക്ക് പ്രശ്നക്കാരനാണ്. നമ്മൾ എന്തിനു പോയാലും പ്രശ്നമാണ്. നമ്മൾ അദ്ദേഹത്തിന് ഉപദ്രവിച്ചിട്ടില്ല എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടോ? പൂർണ്ണമായിട്ടും മഹാദേവനോട് ഞായറാഴ്ച രാത്രി യാമങ്ങളിൽ, അതായത് അർദ്ധരാത്രി 11:45 നിങ്ങൾ ഓം നമഃ ശിവായ 108 പ്രാവശ്യം ജപിക്കൂ. 108 പ്രാവശ്യം ഓം നമഃ ശിവായ ജപിക്കുമ്പോൾ ആരാണ് നിങ്ങളുടെ ശത്രു എന്ന് അദ്ദേഹത്തിന്റെ ഫോട്ടോ നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസേഷൻ കൊണ്ടുവരണം. കഴിവതും അദ്ദേഹത്തിന്റെ പേര് നക്ഷത്രം ഉണ്ടെങ്കിൽ നല്ലത്. അത് പറഞ്ഞ് മഹാദേവന് സമർപ്പണം ചെയ്യണം. അതായത് ഭഗവാനെ, ഞാൻ അദ്ദേഹത്തിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ എന്തിനാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം കഴിഞ്ഞ ജന്മത്തില്, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ആ ശത്രു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു കാർമിക് ബാലൻസ് ആണ്. മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തതിന്റെ ഫലങ്ങളാണ് ഈ ജന്മങ്ങളിൽ നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുന്നത്. സോ ഈ ജന്മത്തിൽ നമ്മളിത് റിയലൈസ് ചെയ്തതിനു ശേഷം
നമ്മൾ ഈ പറയുന്ന ശത്രു നമ്മളിൽ നിന്ന് മാറിപ്പോണം, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയെങ്കിലും മാറിപ്പോണം എന്ന് വിചാരിക്കും ഒരുപാട് പേരുണ്ട്. വിളിച്ചിട്ട് കരയുക ചെയ്യുന്നത്. മിക്കവാറും ചിത്ര വിളിച്ചിട്ട് കരയും, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾ പറയും. പല പ്രശ്നങ്ങളാണ് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ശത്രു സംഹാരം എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരാനുള്ള കാരണം. ആർക്കും പൈസ ഇല്ല, ഒന്നിനും പൈസ സ്പെൻഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ മഹാദേവനെ നിങ്ങൾ ഞായറാഴ്ച രാത്രി ഒരു 11:45, അതായത് രാത്രി യാമങ്ങളിൽ അടുത്ത ദിവസം, തിങ്കളാഴ്ചയാണ് മഹാദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം അല്ലേ. അപ്പൊ 11:45 തുടങ്ങി 12 മണിക്കെങ്കിലും തീർത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസമായി, തിങ്കളാഴ്ചയായി. തിങ്കളാഴ്ച പുലർച്ചെ ഞായറാഴ്ച രാത്രി 108 പ്രാവശ്യം ഓം നമഃ ശിവായ ജപിച്ചിട്ട് ആ പേരും നക്ഷത്രവും ജപിക്കുകയും അതിനോടൊപ്പം ഇദ്ദേഹത്തിന്റെ ഫോട്ടോ അതൊരു പിക്ചർ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യണം. 7 ആഴ്ച അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 8ാമത്തെ ആഴ്ച അദ്ദേഹം നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടാവില്ല. ഇത് ഉറപ്പാണ്. ഉറപ്പെന്ന് പറയുന്നത് പലരുടെ അനുഭവമാണ്. ഫ്രണ്ടിൽ വരുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് എതിരായിട്ട് പുള്ളി ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മാറും. ഇത് ഒരാളെ നശിപ്പിക്കാനല്ല, അദ്ദേഹത്തിന്റെ മനസ്സ് മാറി പൂർണ്ണമായിട്ടും ഒരു ശത്രു നമ്മളിലേക്ക് ഉണ്ടാവില്ല. നമുക്ക് വേണ്ട അതാണല്ലോ. നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഒരാള് നമ്മളെ ശത്രുവായിട്ട് സങ്കല്പിച്ചിട്ട് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മനസ്സ് മാറും. ഇതിന് വേറെ ഒരുപാട് മെക്കാനിസം ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വാട്ടർ മോളിക്യൂൾസിനെ എനർജൈസ് ചെയ്യാന്ന് പറയും. അത് പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതാണ്. ഈ വെള്ളത്തിനകത്ത് ഉണ്ടാകുന്ന മോളിക്യൂൾസിനെ നമ്മൾ എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്താണ് 70% വാട്ടറാണ് അല്ലെ. അപ്പോ രാത്രി കിടക്കുന്ന സമയത്ത്, കിടക്കുന്നതിന് മുൻപ് ഇടത് കയ്യിൽ ഒരു കുപ്പി ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, വലത് കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് വെള്ളത്തിൽ നോക്കി 21 പ്രാവശ്യം ഓം നമഃ ശിവായ ജപിക്കുക. സ്വാഭാവികമായിട്ടും ആ വെള്ളത്തിന്റെ മോളിക്യൂൾസ് എനർജൈസ്ഡ് ആവും. എന്നിട്ട് സങ്കല്പം കൊടുക്കുക. ആ വെള്ളത്തിൽ നമ്മുടെ മുഖം നോക്കി സങ്കല്പം കൊടുക്കുക. നമ്മുടെ പ്രതിരൂപ ആ വെള്ളത്തിൽ വരുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ ശത്രു ആണെന്നുണ്ടെങ്കിൽ പറയുക, മഹാദേവ പൂർണ്ണമായിട്ടും ആ ശത്രുക്കളിൽ നിന്ന് മാറ്റി തരണമേ. വളരെ ഒരു മാനിഫെസ്റ്റേഷൻ രീതി സംസാരിക്കാം, റിക്വസ്റ്റ് ആയിട്ട് സംസാരിക്കാം. മാനിഫെസ്റ്റേഷൻ എന്താണ്? താങ്ക്സ് പറയുന്നത് പോലെ നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അത് ഓരോ ആൾക്കാരുടെ യൂണിവേഴ്സും സോളോ ആയിട്ട് നിൽക്കുന്ന ഒരു കണക്ഷൻസ് ഉണ്ട്. അതനുസരിച്ച് സംസാരിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ആയിട്ട് പറയാം, ഭഗവാനെ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്, എനിക്ക് വേറെ ആരുമില്ല, എന്നെ ഒന്ന് സംരക്ഷിക്കണേ, എന്റെ ഫാമിലിയെ അതിൽ പ്രൊട്ടക്ട് ചെയ്യണേ, ഞാൻ ആർക്കും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് ആ മെസ്സേജ് വെള്ളത്തിൽ നോക്കി പാസ് ചെയ്യണം. അപ്പൊ വെള്ളത്തിൽ നോക്കി എങ്ങനെ ഓം നമഃ ശിവായ ജപിക്കുക? അതിനും പ്രൊസീജിയേഴ്സ് ഉണ്ട്. വെറുതെ ജപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഓം നമഃ ശിവായ ജപിക്കുന്നത് എങ്ങനെയാണ്? മഹാദേവൻ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ സഹസ്രാരത്തില് അല്ലെ, 1000 ഇതിലുള്ള വെള്ളത്താമരയിൽ മഹാദേവൻ ഇരിക്കുന്നു അല്ലെ. മഹാദേവനെ സഹസ്രാരത്തിൽ സങ്കല്പിച്ചിട്ട് സഹസ്രാരത്തിൽ നിന്നും നമ്മുടെ തേടയിലേക്ക്, ആജ്ഞാചക്രത്തിലേക്ക് ഓം നമഃ ശിവായ വരുന്നതായിട്ട് സങ്കല്പിക്കുക. ഇവിടെ നിന്നും ഇവിടെ എത്തി. അതിനുശേഷം നമ്മുടെ കണ്ഠനാളത്തിലേക്ക് വരും. കണ്ഠനാളത്തിൽ നിന്ന് വാക്യകത്തൂടെ വന്ന് ചുണ്ടിക്കൂടെ ഓം നമഃ ശിവായ ഇങ്ങനെ വളരെ വേഴ്സ് പോലെ ഗ്ലാസ്സിലേക്ക് പോകുന്നതായിട്ട് വിഷ്വലി കാണുക. അപ്പോൾ ഭയങ്കര ഒരു പ്രക്രിയയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ജപിക്കുമ്പോഴും നമുക്ക് അതിന്റെ പവർ അറിയാൻ പറ്റും. അങ്ങനെ 21 പ്രാവശ്യം ജപിച്ചതിന് ശേഷം വെള്ളം അടച്ചു വെക്കുക. സങ്കല്പം ഇട്ടതിന് ശേഷം രാവിലെ വെള്ളം എടുത്ത് കുടിക്കുക. അത് 21 ദിവസം ചെയ്യുകയാണെങ്കിലും ഈ ശത്രുദോഷം മാറിക്കിട്ടും. പക്ഷെ ഈ ഞായറാഴ്ച രാത്രി യാമങ്ങളിൽ ചെയ്യുന്നത് ഭയങ്കര പവർഫുൾ ആണ്. വളരെ ശ്രദ്ധിക്കുക, ഒരാളെ നമ്മൾ തീർക്കാനല്ല, ഒരാളെ ഉപദ്രവിക്കാനും അല്ല. നമ്മുടെ മേലിൽ വരുന്ന ശത്രുവിന്റെ മനസ്സ് മാറി നമ്മളൊരു മിത്രമായി അദ്ദേഹം മാറും. അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പവർഫുൾ ടെക്നിക്കാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി.